ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണ വിഷയം നിങ്ങൾ തമ്പലയിൽ കണ്ടുണ്ടാവും. നമ്മൾ രവി മുതൽ ശുക്രൻ വരെയുള്ള 12 ലഗ്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലുള്ള ഫലങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ 7ാമത്തെ ഗ്രഹമായ പാപഗ്രഹമായ കുംഭത്തിൻ്റെയും മകരത്തിൻ്റെയും അധിപനായ ശനി 12 ലഗ്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിച്ചിട്ട് നിങ്ങളെ അനാവശ്യ മറ്റേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ കമൻറ്റും ലൈക്കും ഒക്കെയാണ് നമ്മുടെ ഒരു പുതിയ വീഡിയോസ് ഇടാനൊക്കെ ഒരു പ്രചോദനമാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ കിടക്കാം. 12 ലഗ്നഭാവങ്ങളിൽ നമ്മുടെ ശനി നിന്ന് കഴിഞ്ഞാൽ ഉള്ള പൊതുവായ ഫലങ്ങളാണ്. ശനി പാവഗ്രഹമാണ്, എല്ലാവരും ഭയത്തോടു കൂടിയിട്ട് കാണുന്നൊരു ഗ്രഹമാണ്. ആ ശനി ലഗ്നഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ പൊതുവായ ഫലങ്ങൾ നമുക്ക് ആചാര്യം പറഞ്ഞ രീതി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്, മേടം മുതൽ 12 രാശി, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, അങ്ങനെ 12 രാശിചക്രത്തിൽ എവിടെയെങ്കിലും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. വീണ്ടും പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ ചിങ്ങം ലഗ്നം എടുക്കാം. ഉദാഹരണമാണ് ചിങ്ങ ലഗ്നം 1ാം ഭാവമായിട്ട് കാണുക. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ കുംഭം ലഗ്നം, മകരം ലഗ്നം, വൃശ്ചിക ലഗ്നം, തുലാം ലഗ്നം, അതായത് കുംഭം ലഗ്നം, ഇവിടെ ലഗ്നം നിൽക്കുക, ഇവിടെ ലഗ്നം നിൽക്കുക, ഇവിടെ ലഗ്നം നിൽക്കുക, ഈ രാശിയിൽ ശനി നിൽക്കുക, ഈ രാശി ശനി നിൽക്കുക, ഈ രാശിയിൽ ശനി നിൽക്കുക. അതായത് ഇത് വൃശ്ചികം എന്ന് പറയുന്നത് മകരവും കുംഭവും ശനിയുടെ സ്വക്ഷേത്രമാണ്. തുലാം രാശി ശനിയുടെ ഉച്ചക്ഷേത്രമാണ്. ഈ രാശികളിൽ ശനി നിൽക്കുകയാണെങ്കിൽ ആചാര്യം പറഞ്ഞിരിക്കുന്നത് അത് ലഗ്നമാവുകയും വേണം, ആ ലഗ്നത്തിൽ ശനി നിൽക്കുകയും വേണം. അതായത് കുംഭം, മകരം, തുലാം രാശിയിൽ അത് ലഗ്നമാവുകയും ആ ലഗ്നത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ, അതായത് പറഞ്ഞാൽ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ ശനി നിൽക്കുകയാണെങ്കിൽ അത് ലഗ്നത്തിലാവുകയും വേണം. എന്നാൽ മാത്രമേ ഫലമുള്ളൂ കേട്ടോ. രാജതുല്യനായി ഭവിക്കും എന്നാണ് പറയുന്നത്. രാജതുല്യമായിട്ട് ജീവിതം മുന്നോട്ട് ക്ലേശകരമില്ലാത്ത, അതായത് ശനി എന്ന് പറയുന്നത് ഒരു പക്ഷിഗ്രഹമാണ്. ആ പക്ഷിഗ്രഹം എന്ന് പറയുന്നത് അതായത് സ്ത്രീധർമ്മവും പുരുഷധർമ്മവും വഹിക്കണ ഒരു ക്ലീബഗ്രഹം. അതായത് നപുംസകം എന്ന് പറയേണ്ടത് നപുംസകമല്ല, ക്ലീബഗ്രഹം. ആ ലഗ്നബന്ധത്തോട് കൂടിയിട്ട് തുലാത്തിലോ കുംഭത്തിലോ മകരത്തിലോ നിന്ന് കഴിഞ്ഞാൽ രാജതുല്യമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കും. ഇവിടെ ലഗ്നത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ അലസത പറയുന്നുണ്ട്, മറ്റ് ഒട്ടനവധി മോശം കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ രാജതുല്യനോ ദേശത്തിൻ്റെ അധിപനോ ആയി മാറാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ശനി ഒരു കാര്യത്തിലേക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് തളർച്ചയില്ലാണ്ട് അത് പ്രവർത്തന മേഖലയ്ക്ക് കൂടുതലായിട്ട് മികവുറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അവിടെ ശനി ലഗ്നത്തിൽ നിൽക്കുമ്പോൾ അവിടെ ദോഷമല്ല പറയേണ്ടത്, അവിടെ വലിയ ദോഷമില്ലാത്ത, അതായത് നമ്മുടെ വിദേശത്ത് ജോലി ചെയ്ത് ആ പണത്തോട് സമ്പാദ്യത്തിലേക്കൊക്കെ നയിക്കേണ്ട ഒരു വ്യക്തി ആയിരിക്കാം. അവിടെ അലസത, ദേഷ്യം, മുൻകൊന്നും വിചാരിക്കരുത്. മറ്റു ദോഷങ്ങളായിട്ട് നിങ്ങളുടെ ഏത് ഗ്രഹനിലയിൽ എടുക്കുകയാണെങ്കിലും മകരത്തിലോ കുംഭത്തിലോ തുലാത്തിലോ നിൽക്കുമ്പോൾ ശനി നിങ്ങൾ ഒരു കാരണവശാലും ലഗ്നബന്ധത്തിൽ നിൽക്കാൻ പേടിക്കരുത്. കാരണം ശനി നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. രാജതുല്യനും ദേശത്തിൻ്റെ അധിപനോ അതെല്ലാം പിന്നെ അതുപോലെ തന്നെ പരദേശവാസം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം എന്നാണ് പറയുന്നത്. ഇനി പറയണത് ഇതിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി നമ്മളൊരു ഉദാഹരണ ചാർട്ട് എടുക്കണം.
ഇവിടെ നമ്മൾ ചിങ്ങം ലഗ്നം എടുത്തു. ചിങ്ങം ലഗ്നത്തിൽ ഒന്നാം ഭാവമായിട്ട് കാണും. ഈ ലഗ്നം നോക്കണ്ട, 1, 2, 3 ഇത് മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ചിങ്ങം ലഗ്നത്തിൽ ഒന്നാം ഭാവമായിട്ട് കാണുകയാണെങ്കിൽ എന്താണ് ആചാരം പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ, ഒന്നാം ഭാവത്തിൽ ചെറുപ്പത്തിൽ ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ലഗ്നത്തിൽ ശനി ഒന്നാം ഭാവത്തിൽ നിൽക്കണേ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുന്ന ഫലമല്ല, മറ്റ് രാശികളിൽ ഒന്നാം ഭാവമായിട്ട് ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ എന്താ പറയണത്, ചെറുപ്പത്തിൽ ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദരിദ്രനാവും എന്നാണ് പറയുന്നത്. മലിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിഹീനമായ ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നടക്കുന്നവൻ, ചെറുപ്പത്തിൽ ബാലാരിഷ്ടതകൾ വരുന്ന സാധ്യത, ദുഃഖം അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ് ആചാര്യൻ ഒന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയുന്നത്. അടുത്തത് രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നമ്പർ ഇട്ടിട്ട് 1, 2 നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ഉത്സാഹമില്ലാത്തവൻ, രണ്ടാം ഭാവം കൊണ്ടാണ് വിദ്യ, വാക്ക്, ധനം, കുടുംബമൊക്കെ ചിന്തിക്കുന്നത് 2 കൊണ്ടാണ്. ആ രണ്ടാം ഭാവത്തിൽ നിന്ന് അലസത ഉണ്ടാകാം, വിദ്യക്ക് തടസ്സം ഉണ്ടാകാം. കാരണം ശനി 2ൽ നിന്ന് കഴിഞ്ഞാൽ അത് വാക്കിൻ്റെ രണ്ടാം ഭാവം കൊണ്ടുള്ള വാക്ക് ചിന്തിക്കുന്നത് ദേഷ്യമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. അതാണ് ഉത്സാഹമില്ലാത്തവൻ. ധനഹീനൻ, ധനത്തിൻ്റെ ഭാവമാണ് രണ്ടാം ഭാവം, ധനഹീനൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അതും മാത്രമല്ല എന്തിനും ന്യായമുള്ളവനായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അന്യദേശത്ത് വസിക്കുന്നവൻ, ഇവിടെയും രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാലും അന്യദേശത്ത്, അത് നല്ല കാര്യങ്ങളാണ്. അന്യദേശത്ത് ജീവിച്ച് അവിടെ ജോലി ചെയ്ത് ആ പണം കൊണ്ട് ജീവിക്കുന്ന, അതൊരു വലിയ കുഴപ്പം പറയുന്നില്ല. എന്നിരുന്നാലും ഗുണദോഷമായിട്ടാണ് പറയണത്. അതേപോലെ തന്നെ അതായത് ധന്യമായ ധനമുണ്ടായി, അതായത് നമ്മൾ പൊതുവെ പറയാറില്ലേ, എന്താ പറയുക, രണ്ടുണ്ട്. മാന്യമായിട്ട് വിദേശത്തൊക്കെ സൂചന തരുമ്പം, അതായത് ഉത്സാഹമില്ലാത്തവനായിരിക്കും, അലസത ഉണ്ടാകാം, ദേഷ്യമുള്ള വ്യക്തിയായിരിക്കാം, അതേപോലെ തന്നെ അലസത, മലിനമായ ഒരു വൃത്തി ഇല്ലാത്തൊരു വ്യക്തിത്വം, വൃത്തിഹീനമായ ഡ്രസ്സിൻ ധാരണയായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മാന്യമായിട്ടുള്ള ധനം ഉണ്ടാകും എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഗുണദോഷമായിട്ട് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പൊതുവായ ഫലങ്ങളാണ്. നിങ്ങൾ എൻ്റെ കമൻറ്റിൻ്റെ ബോക്സിൻ്റെ അടിയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് എൻ്റെ ശനിയുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. 12 രാശിയിൽ 12 ലഗ്നഭാവങ്ങൾ നിൽക്കുന്ന ഗ്രഹങ്ങളെ അടിസ്ഥാനം നോക്കി മാത്രമേ ഒരു ഫലം പറയാൻ പറ്റുള്ളൂ. അടുത്തത് മൂന്നാം ഭാവം നമ്മൾ ഉദാഹരണം എടുക്കുക. ഇത് ഉച്ചക്ഷേത്രയിലും മൂന്നാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ എന്താണ് ആചാരം പറഞ്ഞിരിക്കുന്നത്, വലിയ ബുദ്ധി. അതായത് മൂന്നാം ഭാവം എന്ന് പറയുന്നത് ഉപജയ രാശിയാണ്. അങ്ങനെയുണ്ട്, ഉപജയ രാശിയാണ്, ശനിക്ക് ഇഷ്ടപ്പെട്ട രാശിയാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമാനായിരിക്കും എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ദാനശീലൻ, അതായത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ശീലം ഉണ്ടാകാം, ഭാര്യാസുഖം അനുഭവിക്കുന്നവനായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പറയുന്നത് അലസതനും പറയുന്നുണ്ട്, അവിടെയും ഒരു മോശം പറയണു. അപ്പോൾ ശനി അവിടെ മൂന്നാം ഭാവത്തിൽ ഉപജയ രാശിയായാലും ഇഷ്ടരാശിയായാലും എന്താ പറയുക, വലിയ ബുദ്ധിമാനായിരിക്കും, ഉദാരനും, അതേപോലെ തന്നെ ദാനശീലനും, ഭാര്യാസുഖം അനുഭവിക്കുന്നവനും, അലസനും, എപ്പോഴും പരവേശം, അതായത് എന്തിനൊരു പരവേശം, ഒരു വെപ്രാളമുള്ള വ്യക്തി ആയിരിക്കാം എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നാലാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ പറയണത്, ഇവിടെ ശനി എന്ന് പറയുന്നത് എല്ലാവരും ഈ മരണകാരകനാണ്, 6, 8, 12ന്റെ കാരകനാണ്, ദുഃഖമാണ് ശനിനെ കൊണ്ട് കൂടുതൽ പറയണത്. പക്ഷേ വിദേശ സൂചന തരുന്ന ഒരാളാണ് ശനി. 10ാം ഭാവത്തിന്റെ അധിപനാണ് ശനി. അതിന്റെ 10ാം ഭാവത്തിന്റെ അതിൽ 10ന്റെ കാരകനാണ് ശനി. ഒരു ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കർമ്മ മേഖല പുഷ്ടിമ വരുത്താൻ ശനിനെ കൊണ്ട് പറ്റും. 4ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത്, ദുഃഖിതൻ എന്നാണ് പറയണത്. അതേപോലെ തന്നെ വീട്, വാഹനം കുറവുള്ള വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഇല്ലാണ്ടിരിക്കാം. അത് അങ്ങനെയാണ് ആചാരം പറയണത്. ദുഃഖിതനും, വീടും വാഹനം കുറവുള്ളവനും, മാതാവിനോട് കലഹം ഉണ്ടാക്കുന്നവനും, അതേപോലെ തന്നെ ബാല്യത്തിൽ രോഗപീഡിതകൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 4ൽ നിന്ന് കഴിഞ്ഞാൽ വീട്,
അതേപോലെ തന്നെ നമ്മുടെ വാഹനം കുറവുള്ളവനായിരിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും വീട്ടിലൊരു സൈക്കിൾ പോലാത്ത വീടുകൾ അപൂർവങ്ങളാണ്. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ മാതാവിനോട് കലഹം ഉണ്ടാക്കുന്ന ആണെങ്കിൽ മാതാവിന് രോഗം ഉണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട്. കാരണം ശനി 4 നിന്ന് കഴിഞ്ഞാൽ 4-ാം ഭാവം കൊണ്ടാണ് മാതാവിനെ ചിന്തിക്കുന്നത് 4 കൊണ്ടാണ്. അതേപോലെ തന്നെ അതിൻ്റെ കാരകൻ ചന്ദ്രൻ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു തീരുമാനത്തിലാണ്. ഇത് പൊതുവായ രീതിയിലാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത് എപ്പോഴും. അതേപോലെ തന്നെ ബാല്യത്തിൽ രോഗപീഡിതകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. അടുത്തത് 5-ാം ഭാവത്തിൽ. 5-ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ആചാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് 5-ാം ഭാവം ഒരു ത്രികോണ രാശിയാണ്. 5-ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത്? സന്തോഷം ഇല്ലാത്തവൻ. 5-ാം ഭാവം കൊണ്ടാണ് ബുദ്ധിയെ ചിന്തിക്കുന്നത്. ആ ബുദ്ധിയുടെ കാരകൻ ബുധനാണ്. അതേപോലെ തന്നെ നമ്മുടെ സന്താനം ചിന്തിക്കുന്നത് 5 കൊണ്ടാണ്. അതിൻ്റെ കാരകൻ വ്യാഴമാണ്. 5-ൽ ശനി നിന്ന് കഴിഞ്ഞാൽ പറയണത് ഈ പുത്രന്മാർ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്ന് ആചാരം പറയണത്. അതായത് അതാണ് സന്തോഷമില്ലാത്തവനും. അത് ഇങ്ങനെയും പറയുന്നുണ്ട്, ചിത്തഭ്രമം ഉണ്ടാവാൻ. ചിത്തഭ്രമം എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഈ ശനിയും ബുധനൊക്കെ 5-മായിട്ട് ബന്ധപ്പെടുമ്പോൾ മായാപ്പടു, ഒരു വ്യക്തത ഉണ്ടാവില്ല. സ്വന്തം കാര്യത്തിന് ഞാൻ പറയല്ല, വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വെള്ളം ഒക്കെ കല ഉടക്കുന്ന സ്വഭാവമായിരിക്കും. ബുദ്ധി നല്ലപോലെ സ്വയം ബുദ്ധിയിലൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയണത്. പൊതുവായിട്ടാണ് പറയണത്. അതാണ് ചിത്തഭ്രമം ഉണ്ടാകാം എന്നാണ് പറയണത്. അവിടെ 5-ാം ഭാവത്തിൽ ശനിയും ഈ ബുധനൊക്കെ ബന്ധപ്പെടുന്ന ഞാൻ ഒരുപാട് 2-3 ഗ്രഹങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഒരു മാനസിക ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്ന് കഴിക്കുന്ന ഒരു കൊച്ചിൻ്റെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഡോക്ടറൊക്കെ കാണാൻ 100-ൽ 10% എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജ്ഞാനവും പുത്രന്മാരും ധനവും സന്തോഷം ഇല്ലാത്തവൻ. അതേപോലെ തന്നെ ദേഷ്യക്കാരനായിരിക്കാം. അതേപോലെ തന്നെ എന്ത് കാര്യത്തിന് പിടിവാശി ഉണ്ടായിരിക്കും എന്നാണ് ഈ 5-ാം ഭാവത്തിൽ പറയണത്. അതേപോലെ തന്നെ ദുർബുദ്ധി, ഞാൻ പറഞ്ഞത് മായാപ്പട്, ദുർബുദ്ധി, അതേപോലെ തന്നെ അലസത, അതേപോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ചിട്ട് സ്വകർമ്മങ്ങൾ ചെയ്യാൻ എല്ലാം പിന്നീട്ട് മാറ്റിവെച്ച് പിന്നെ ആവട്ടെ എന്നുള്ള സ്വഭാവം കാണിക്കാം. അടുത്തത് 6-ാം ഭാവം. 6-ാം ഭാവം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 6 ഉപജയ രാശിയാണ്. 6-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ധൈര്യമുള്ളവൻ. 6 എന്ന് പറഞ്ഞു ഉപജയ രാശിയാണ്. 6-3 ഉപജയ രാശിയാണ്. 6-3 ശനി നിന്ന് കഴിഞ്ഞാൽ 6-ാം ഭാവം 3-ൽ നിന്ന് കഴിഞ്ഞാൽ നല്ലത് പറയണു, 6-ൽ നിന്ന് കഴിഞ്ഞാലും നല്ലത് പറയണോ. 6-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത്? ധൈര്യമുള്ളവൻ. എല്ലാ കാര്യത്തിനും ചുറുചുറുപ്പ്, ധൈര്യമുള്ളവനായിരിക്കും. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും അഭിമാനമുള്ളവനായിരിക്കാം. ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്ന ആളായിരിക്കാം എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ വളരെ ഭക്ഷണപ്രിയനായിരിക്കും. വളരെ ഭക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും എന്നാണ് 6-ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാലുള്ള പൊതുവായിട്ട് പറയുന്നത്. അടുത്തത് 7-ാം ഭാവത്തിൽ. 7 എന്ന് പറഞ്ഞ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 7-ാം ഭാവം ഇവിടെ ചിങ്ങത്തിൻ്റെ 7 എന്ന് പറയുന്നത് നമ്മൾ കുംഭമാണ് വിചാരിച്ചോളൂ. ഉദാഹരണമായിട്ട് ഞാൻ പറയണത് 7-ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ പറയണത് കുൽസിതയായ ഭാര്യയോട് കൂടിയവൻ, ധനഹീനൻ, അതേപോലെ തന്നെ വഴി നടക്കുന്നവൻ. നമ്മൾ പറയില്ലേ പിച്ചിമ്പയും വിളിച്ച് പറയുന്നുണ്ട്. അതായത് ഒറ്റയ്ക്കിരിക്കുന്ന സംസാരിക്കുക, എന്തെങ്കിലും ഈ എന്താ പറയുക പിച്ചിമ്പയും, നമ്മൾ പണ്ടത്തെ കാരണന്മാരൊക്കെ ഉണ്ടല്ലോ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തെങ്കിലും പിച്ചിമ്പയും വിളിച്ച് പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവാം 7-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ. കാരണം 7-ാം ഭാവമാണ് നമ്മുടെ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. 7-ൽ ശനി നിന്ന് കഴിഞ്ഞാൽ ഒരു പുറകോട്ട് വലിക്കേണ്ട ഒരാളാണ്. ഇവിടെയാണ് എല്ലാവരും ചെയ്യണത്. 7-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പം 8-ലോ 7-ലോ ഒരു പാവനെ കൂട്ടിയോട് യോജിപ്പിക്കും. ഈ ശനി എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ വിവാഹ എന്താ പറയുക മുടക്കുന്ന ഒരാൾ, പുറകോട്ട് വലിക്കേണ്ട ഒരാളാണ്. അതാണ് പറഞ്ഞത് കുൽസിത ഭാര്യയോട് കൂടിയവനും, ധനഹീനനും, വഴി നടക്കുന്നവനും, പിച്ചുമ്പയും പറയുന്നവനും, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഭാര്യ ഇല്ലാത്തവനും, സങ്കടമുള്ളവനും. പക്ഷേ 7-ാം ഭാവത്തിൽ ശനിക്ക് ദിക്ബലമുണ്ട്. അതും കൂടി മനസ്സിലാക്കുക. 7-ൽ ശനി ദിക്ബലമുണ്ട്. ആ ദിക്ബലമുണ്ടെങ്കിലും ശനിയുടെ സ്വക്ഷേത്രമാണ്. ഇപ്പോൾ കുംഭരാശി 7-ാം ഭാവമാണ് ഉദാഹരണം എടുക്കുകയാണെങ്കിലും 7-ൽ ശനി നല്ലതല്ല. അവിടെ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ
വരാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ 7-ൽ ദിഗ്ബലം ഉണ്ടെങ്കിൽ 7-ാം ഭാവത്ത് ശനി നിൽക്കുകയാണെങ്കിൽ പരദേശത്ത് ജീവിതം ജീവിച്ച് അവിടെ തന്നെ ജോലി ചെയ്ത് അവിടെ സെറ്റിലാവുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കുന്ന ആ രീതിയിലായിരിക്കും, അതിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ദാമ്പത്യ ജീവിതം പരാജയം ആയിരിക്കാം സാധ്യത കൂടുതലാണ് ആചാര്യം പറയണത്. അടുത്തത് 8-ാം ഭാവത്തിൽ. 8-ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത്? 8 ആണ് മരണം, ദുഃഖം, വേർപാട്. 8 കൊണ്ടാണ് ചിന്തിക്കുന്നത്. മലിനൻ, ഞാൻ നേരത്തെ പറഞ്ഞു മലിനൻ, അതായത് മലിന വേഷധാരി, വൃത്തിയില്ലായ്മ, ശുചിത്വമില്ലായ്മ, അതേപോലെ തന്നെ ഭയങ്കരമായ എന്താ പറയുക ദേഷ്യത്തോട് കൂടിയവൻ, അതായത് എല്ലാത്തിനോട്, പിന്നെ അതേപോലെ തന്നെ എപ്പോഴും അലസതയുള്ളവൻ, അതേപോലെ പക്ഷെ നല്ല ബുദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അത് അങ്ങനെ ആചാരം പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവൻ. അതേപോലെ തന്നെ വിശപ്പ് അധികം ഉള്ളവനായിരിക്കും എന്നാണ് പറയുന്നത്. അമിതമായ വിശപ്പ് ഉണ്ടാകാം. നേരത്തെ ഞാൻ പറഞ്ഞു ഭക്ഷണം അധികമായിട്ട് കഴിക്കുന്നത്, ഇവിടെ വിശപ്പ് അധികം ഉള്ളവനാണ് 8-ാം ഭാവത്തിൽ ചിന്തിക്കുമ്പോൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബമായിട്ടൊക്കെ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ അയാൾ ഒരു എന്താ പറയുക, അയാൾ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും എന്നാണ് ശനി 8-ൽ നിൽക്കുമ്പോൾ. സ്നേഹിക്കുന്നവരടുത്ത് പോയാൽ നമുക്ക് മാനക്കേട് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ എത്ര വലിയ സ്നേഹിക്കുന്ന ആൾക്കാരായാലും, കുടുംബമായാലും, അച്ഛന്, അമ്മ, പിതാക്കൾ, ചേഷ്ടൻ, ചേച്ചി, പെങ്ങന്മാർ, അങ്ങനെ ബന്ധുക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇയാൾക്ക് ഈ 8-ൽ ശനി നിൽക്കുമ്പോൾ ബന്ധുക്കളോ, നമുക്ക് എത്ര ബന്ധുക്കൾ സ്നേഹം, നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിച്ചാലും നമുക്ക് അവരുടെ ഇടയിൽ പോകുമ്പോൾ മാനക്കേടോ അല്ലെങ്കിൽ ദേഷ്യമായിട്ടുള്ള സംസാരം നമുക്ക് കിട്ടാം. അതേപോലെ തന്നെ 8-ാം ഭാവത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ദുഃഖം വരാം, രോഗം വരാം, അതേപോലെ തന്നെ അലസത വരാം, മലിന ഡ്രസ്സ് അല്ലെങ്കിൽ വൃത്തിയില്ലായ്മ, ശുചിത്വമില്ലായ്മ. നമ്മൾ കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ കാണുന്നില്ല വൃത്തിയില്ലായ്മ ഒക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വഭാവ പ്രകൃതി ആയിരിക്കും എന്നാണ് 8-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത്. അടുത്തത് 9-ാം ഭാവത്തിൽ. 9-ാം ഭാവം എന്ന് പറയുന്നത് ഒരു ത്രികോണ രാശിയാണ്, ഒരു ഉപജയ രാശിയാണ്. 9 നിന്ന് കഴിഞ്ഞാൽ അവിടെ ശനിക്ക് നല്ലതാണ് പറയണത്. 9-ാം ഭാവം നല്ലത്. കുംഭവും ഇവിടെ 9-ാം ഭാവം കുംഭം, 9 ഈ മേടം കുംഭം, നമ്മുടെ തുലാം, മകരം, കുംഭം, അത് 9-ാം ഭാവം ആവുകയാണെങ്കിൽ നല്ലതാണ്. ഏത് രാശി ലഗ്നമാവായാലും ആ ലഗ്നം മുതൽ, അത് ലാന്ന് എഴുതിയത് എവിടെ ലഗ്നം വരികയാണെങ്കിലും അതിൻ്റെ 9-ൽ ശനി നിൽക്കുകയാണെങ്കിൽ എന്താ പറയണത്? ഭാഗ്യാധിപനായിരിക്കും, ധനവാൻ, പുത്രന്മാരും പിതാവും ധർമ്മം ഈ പിതാവിനെ ചിന്തിക്കുന്നത് 9 കൊണ്ടാണ്. അവിടെ ഗുണദോഷം പറയുന്നുണ്ട്, നല്ലതും പറയുന്നുണ്ട്, പൊല്ലാത്തതും പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. എന്താ പറയണത്? ഭാഗ്യവാനാവുന്ന പറയുന്നത്, എന്നാൽ അതിലുപരി ധനവാനാകുന്നും പറയുന്നുണ്ട്. പക്ഷേ പുത്രന്മാരും പിതാവും ധർമ്മവും ഇല്ലാത്തവൻ, നമ്മൾ ദൈവത്തിനോട് കുറച്ച് എന്താ പറയുക പുറകോട്ട് ദൈവാദിന കുറവുള്ള വ്യക്തി ആയിരിക്കാം. അതാണ് പിതാവിനോട് കലഹം, പിതാവ് ഇല്ലാത്തൊരവസ്ഥ വരാം, അല്ലെങ്കിൽ പിതാവിനോട് കലഹം, പിതാവായിട്ട് വേർപെട്ട് നിൽക്കുക, അല്ലെങ്കിൽ പിതാവ് ഇല്ലാണ്ടിരിക്കണം, ഈ ഒരു അവസ്ഥ ഉണ്ടാവാം എന്നാണ്. കാരണം 9 കൊണ്ടാണ് പിതാവിനെ ചിന്തിക്കുന്നത്. ഭാഗ്യം, ദയ, പുണ്യം 9 കൊണ്ടാണ്. അവിടെ ശനി നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യവാനായിരിക്കും, ധനവും ഉണ്ടാവും, പക്ഷെ പുത്രന്മാരും പിതാവും ധർമ്മവും ഇല്ലാത്തവൻ. അതേപോലെ തന്നെ ദുർജന നടത്തും, ദുർജന വേണ്ടാത്ത ജനങ്ങളോട് നമ്മൾ പറയില്ലേ, നമ്മുടെ കൂട്ടുകെട്ട്, വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ ദുർജനത്തിലോടുകൂടി അടുപ്പം ഉണ്ടായിരിക്കാം. ഇതിനി 10-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ, 10-ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ, 10 എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സ്ഥാനമാണ്. ആ 10-ാം ഭാവത്തിൻ്റെ കാരകൻ ശനിയാണ്. നിങ്ങളുടെ ലഗ്നം ഏതെങ്കിലും രാശിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെ 10-ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ അവിടെ കർമ്മഭാവം പുഷ്ടിമയാണ്. എന്താ പറയുക, നല്ല പോലെ കരിയർ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ആൾ തന്നെയായിരിക്കും. അതാണ് പറഞ്ഞത് 10-ാം ഭാവം മന്ത്രിയോ രാജാവോ കൃഷികാര്യങ്ങൾ ചെയ്യുന്നവൻ. ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ രാജാവൊന്നും ഇല്ല, പണ്ടൊക്കെയാണ്. ഇപ്പോൾ അതാണ് പറയുക സർക്കാരിനാൽ വിദേശ സൂചന, അവിടെയും വിദേശ സൂചന. ശനി ഒരു പക്ഷിഗ്രഹമാണ്, അവിടെയും ഇത് തന്നെയാണ് ഈ ബുധൻ്റെ ഒരു കാരകത്വങ്ങളും. ബുധനും പക്ഷിഗ്രഹമാണ്. ശനിയും ബുധനും ബന്ധപ്പെടുമ്പോൾ ഒന്ന് പറയുന്നുണ്ട് മായാപ്പടു, പിന്നെ അതേപോലെ തന്നെ പരദേശവാസം, ആ ധനത്തോടു കൂടി ജീവിക്കുന്നവൻ, അത് അങ്ങനെയും പറയുന്നുണ്ട്. പുത്രന്മാരും പിതാവും
ഇല്ലാത്തവൻ എന്നാണ് ആചാര്യം പറയുന്നത്. അതേപോലെ തന്നെ പറയുന്നു കൃഷികാര്യങ്ങളിൽ അല്ല, അത് 9ാം ഭാവത്തിലാണ്. പുത്രന്മാരും പിതാവും ധർമ്മവും ഇല്ലാത്തവൻ ദുർജന നടത്തും എന്ന് പറയുന്നത്. 10ാം ഭാവത്തിൽ എന്ന് പറഞ്ഞാൽ കൃഷികാര്യങ്ങൾ തൽപരൻ, സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്യാനുള്ള അതിനോട് തൽപരനായിരിക്കും. അതേപോലെ തന്നെ ശൂരനായിരിക്കും, മൊത്തത്തിൽ പ്രസിദ്ധനാവുന്നതാണ് പറയുന്നത്. 10ാം ഭാവം ഇവിടെ കാരകൻ, ഇവിടെ എല്ലാവരും പറയും കാരകൻ കാരകൻ കാരകത്തിൽ ആ രാശി തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ ദോഷമാണ് പറഞ്ഞത്. ഒരിക്കലും ദോഷമില്ല. കാരകൻ 10ന്റെ കാരകൻ ശനിയാണ്. 10 തന്നെ നിൽക്കുമ്പോൾ നല്ല അനുഭവങ്ങളാണ് കൊടുക്കുക എന്നുള്ളതും കൂടിയാണ്. അടുത്തത് 11ാം ഭാവത്തിൽ. 11ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും 11ാം ഭാവം നല്ലതാണ്. ഒരു ഗ്രഹം 11 എന്ന് പറയുന്നത് വരവിന്റെ സ്ഥാനമാണ്. ഒരു ഗ്രഹങ്ങൾക്കും മോശം പറയുന്നില്ല. എന്താണ് പറയണത്? ദീർഘായുസ് ഉണ്ടായിരിക്കും. ദീർഘായുസ് എന്ന് പറയുന്നത് പ്രവചിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഞാൻ കാരണില്ലേ, ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇത് ശനി 11 കഴിഞ്ഞാൽ ആ ദീർഘായുസ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് മരിക്കണത്? ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് ദീർഘായുസ് ഉണ്ട് എന്ന് ആചാരം പറയുമ്പോൾ പക്ഷെ നിങ്ങൾ അതേപടി എടുക്കരുത്. ഇപ്പോഴത്തെ കാലഘട്ടം കലിയുഗമാണ്, രോഗമാണ്. ഓരോ വർഷം കൂടി പുതിയ പുതിയ രോഗങ്ങൾ ഉൽപ്പിച്ചു വിടുകയാണ്. ഇപ്പോൾ ഓരോ രോഗങ്ങൾ വന്നിട്ട് 20-30 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള പിള്ളേരുകൾ മരിക്കുകയാണ്. ഇവിടെ വയസ്സായ ആൾക്കാർ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ ചെറുപ്പക്കാർ പിള്ളേരാണ് പോകുന്നത്. അതുകൊണ്ട് ദീർഘായുസ് നമുക്ക് കൂടുതലായിട്ട് നമുക്കൊന്നും നിരൂപിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നൊരവസ്ഥയാണ്. പിന്നെ പറയുന്നത് സ്ഥിര സമ്പത്തുള്ളവൻ, സ്ഥിരമായിട്ട് സമ്പത്തുള്ള ധനത്തിന്റെ ഭാവം വരവിന്റെ സ്ഥാനമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവിടെയും വിദേശ സൂചന തരുന്നുണ്ട്. അതേപോലെ സ്ഥിരസമ്പത്ത് ഉള്ളവൻ ശൂരനും രോഗമില്ലാത്തവനും ധനികനുമാവുമെന്ന് പറയുന്നത്. അപ്പോൾ 11ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ദീർഘായുസ്, സ്ഥിരസമ്പത്തുള്ളവൻ, ശൂരനും അതേപോലെ രോഗമില്ലാത്തവൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ 11ൽ ശനി മാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പ്, ദൃഷ്ടി, ഭാവം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യണത്. അല്ലാണ്ട് ഓടിച്ചെന്നിട്ട് ഒരു കൂറുഫലം പറയണത് പോലെ അല്ല. ഏത് കണ്ണുപൊട്ടനും 100 ഒരു ജ്യോതിഷനും കണ്ട 100 പഞ്ചാംഗം പേടിച്ച് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ തന്നെ കൂറുഫലം പറയും. പക്ഷേ 12 രാശിയിൽ കിടക്കുന്ന ലഗ്ന ഭാവങ്ങൾ അടിസ്ഥാനമാക്കി ഫലം പറയണമെങ്കിൽ അതിന് തല പുകയ തന്നെ വേണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഇവിടെ പണ്ഡിതനോ ജ്യോതിഷനോ ആവില്ല. ഇവിടെ എന്താ എല്ലാവരും ചെയ്യുന്നത്? ഒരു കൂറുഫലം പറയുക, ചന്ദ്രനയുടെ അശ്വ നക്ഷത്രം 7 ശനിയാണ്, കഴിഞ്ഞു, 2 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഇവിടെ എല്ലാവർക്കും പറയാനുള്ളത് ഏത് ഗ്രഹനില കിട്ടിക്കുക, 100 ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാലും രാഹുദോഷം, ശനിദോഷം, ശനിപ്പിഴ, രാഹുപിഴ, കേതുപിഴ, ഗുളിയപ്പിഴ, ഇത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ അതിലൊന്നും ആഴ്ന്ന് പോകരുത്. നിങ്ങൾ പൊട്ടക്കുഴിയിലേക്ക് പോകുക. ഇനിയും നിങ്ങൾ മലയാളികൾക്ക് മാറുക. നിങ്ങൾ ഇനിയും ചിന്തയോട് പോവുക. കുറേ പണം ഉള്ളത് കൊണ്ട് പണം ഉണ്ട്, അത് കുറേ വാരി എഴുതി കർമ്മത്തിനൊന്നും പോയിട്ട് യാതൊരു ഫലം കിട്ടില്ല എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. 12ാം ഭാവത്തിൽ ശനി എന്ന് നിൽക്കുന്നത്, ഈ 12ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത്? വളരെ വ്യയമാണ്. വ്യയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ 6, 8, 12 വ്യയമാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം എൻ്റെ ജീവിതയാത്രാനുഭവങ്ങളൊക്കെ എല്ലാം ഞാൻ മടക്കി വെച്ച് എൻ്റെ ജീവിതം അവസാനം എനിക്കൊരു ആത്മാവ് എന്നൊരു സാധനമുണ്ട്. ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ശരീരം നമ്മളുടെ ചീഞ്ഞു തുടങ്ങും. ആ ചീഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളില്ലല്ലോ, ഭൂമിയിൽ നിന്ന് മരിച്ചല്ലോ. നമ്മളെന്ത് മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ശവപ്പെട്ടിയിലൊക്കെ ആക്കി നമ്മളെ പൊതിഞ്ഞൊരു കുഴിമാടത്തിൽ കൊണ്ടിട്ട് അത് കഴിഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ അതോടെ തീർന്നു. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിത ആയുസ് അവിടെ തീർന്നു. അതാണ് വ്യയം. അതായത് അടച്ചുപൂട്ടൽ, എല്ലാം അടച്ചുപൂട്ടലിൻ്റെ ദുഃഖം, വേർപാട്, അടച്ചുപൂട്ടലിൻ്റെ ഒരു ഭാഗമാണ് ഈ വ്യയം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് 12ാം ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ലജ്ജയും ധനവും പുത്രന്മാരും ഇല്ലാത്തവൻ എന്നാണ് പറയുന്നത്. 12ൽ അംഗവൈകല്യം വരെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയുകയാണ്. ചാരവശാൽ ലഗ്നത്തിൻ്റെ 12ലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ കുറച്ച് കാലം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പെടും. ചന്ദ്രാലല്ല, ലഗ്നാൽ, അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ അംഗവൈകല്യത്തോട് കൂടിയവൻ ആയിരിക്കും. വിദ്യാഭ്യാസം അറിവില്ലാത്തവൻ, ശത്രുക്കളാൽ നമുക്ക് ക്ഷതങ്ങൾ വരാം, മുറിപ്പാടുകൾ വരാം, ജയിൽവാസം വരാം. 8ൽ നിന്ന് കഴിഞ്ഞാലും ജയിൽവാസം വരാം. നമ്മൾ അറിയാണ്ട് പടുകുഴിയിലേക്ക് ചെന്ന് ചാടാം. ഇങ്ങനെയൊക്കെ ആചാരം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാരവശാൽ ലഗ്നത്തിൻ്റെ 12ലൂടെ, ഇപ്പോൾ ചിങ്ങൻ ലഗ്നം ആണെങ്കിൽ 12ലേക്ക് ശനി വരുന്ന കാലഘട്ടം
ശ്രദ്ധിക്കണം. 8-ലൂടെ സഞ്ചരിക്കുമ്പോൾ, 8-ാം ഭാവ ചിങ്ങത്തിന് 8-ലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതേപോലെ 6 പറയും വലിയ ദോഷം പറയണില്ലെങ്കിലും 4-ാം ഭാവത്തിലൂടെ അതേപോലെ തന്നെ 5-ാം ഭാവത്തിലൂടെ ഒക്കെ വരുന്ന കാലഘട്ടം ചാരദശ ലഗ്നാൽ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ബുദ്ധിമുട്ട് വരും. നോക്കൂ, ഇവിടെ 3-ാം ഭാവത്തിൽ നല്ലത് പറഞ്ഞു, 6-ൽ നല്ലത് പറഞ്ഞു, 9-ൽ നല്ലത് പറഞ്ഞു, 10-ൽ നല്ലത് പറഞ്ഞു, 11-ൽ നല്ലത് പറഞ്ഞു. ബാക്കി എല്ലാ രാശികളിലും ഈ ശനി നിന്ന് കഴിഞ്ഞാൽ മോശം അനുഭവങ്ങളാണ് പറയണത് കേട്ടോ. 3, 6, 9, 10, 11 ഉപജയ രാശിയാണ്. അവിടെയൊക്കെ വലിയ ദോഷമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ബാക്കി 1, 2, 3, 4, 5 2, 4, 5 രാശി, ബാക്കി 7 രാശിക്ക് ദോഷം വലിയ നല്ലതല്ല പറയണത്. അപ്പോൾ നിങ്ങളുടെ ചാരവശാൽ 8-ലൂടെ ലഗ്നാൽ 8-ലൂടെ ചന്ദ്രാലല്ല കൂർഫലല്ല ലഗ്നത്തിൻ്റെ 8-ലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക. വളരെ നമ്മളെ എന്താ പറയുക, ഒരു ധനത്തിൻ്റെ ഈ ധനം അങ്ങനെയുള്ള കാര്യങ്ങൾ ബാധ്യത കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പറയുന്നത് എത്ര മോശമുള്ള ഗ്രഹനിലയായാലും നമ്മുടെ സ്വപ്രയത്നമുണ്ടെങ്കിൽ എത്ര കുഴി കിടക്കുന്നതിനായാലും നമുക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റും. പക്ഷെ ഇവിടെ ആരും പരിശ്രമിക്കുന്നില്ല. ഇവിടെ എല്ലാവരും എന്താ ചെയ്യണത്, ഓടി ചെന്നിട്ട് 18-ാം പടി അങ്ങ് കയറും. അതേ കയറി പോലെ താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. പതുക്കെ പിച്ച വെച്ച് ഓരോ സ്റ്റെപ്പ് കയറണം. അവിടെ ജീവിത വിജയം ഉണ്ടാകുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇപ്പം കിട്ടിയ നാളെ ഫലം കിട്ടണം എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ല നിങ്ങളുടെ. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ എല്ലാവരുടെ പോയി കഴിഞ്ഞാൽ, ഏത് ജ്യോതിഷത്ത് പോയി കഴിഞ്ഞാലും ഇവിടെ ഈ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് എപ്പോഴാണ്? ഒരു ജ്യോതിഷനെ കാണുമ്പോൾ ഈ ശനിപ്പിഴ, കണ്ടകശനി, ഏഴരശനി, ജന്മശനി, അഷ്ടമശനി, രാഹുദോഷം, സർപ്പദോഷം, സർപ്പൻ മിഴിഞ്ഞിരിക്കുകയാണ്, കാളസർപ്പയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജ്യോതിഷനെ സമീപിക്കുമ്പോഴാണ് നിങ്ങളെ പ്രശ്നം ഉത്ഭവിക്കുന്നത്. നിങ്ങൾ എത്ര നല്ല ഗ്രഹനിലയായാലും എത്ര വലിയ മോശം ഗ്രഹനിലയും നിങ്ങൾക്ക് കർമ്മം ചെയ്യണ്ടേ? കലിയുഗമാണ്. പണം മാത്രം മതി. നമ്മുടെ എത്ര വലിയ വേണ്ടപ്പെട്ടാലും ഒരാൾ നമ്മളെ കെട്ടിപ്പിടിച്ച് വരുമ്പോൾ, നമ്മൾ ഒരാൾ സ്നേഹത്തോട് വന്ന് കെട്ടിപ്പിടിക്കുന്നു വെച്ചുള്ളൂ, പക്ഷേ അവൻ കപടമായിട്ടുള്ള പുറത്ത് ചിരി കാണിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ ശത്രുത വെച്ചിട്ടായിരിക്കും നിങ്ങളോട് ആ കെട്ടിപ്പിടിക്കുന്നത്. കപടച്ചിരിയാണ് ഇപ്പോഴത്തെ. അതാണ് കലിയുഗം. ഞാൻ പറഞ്ഞില്ലേ, പനി, തലവേദന, ജലദോഷം, മറ്റെന്തു രോഗമായാലും നമുക്ക് ചികിത്സ ഗുളിക കഴിച്ച് മാറ്റാം. പക്ഷെ മനുഷ്യൻ്റെ സ്വഭാവത്തിന് മരുന്നില്ല. പണ്ട് പറയായിരുന്നു ശിഖണ്ഡിക്കൊക്കെ മരുന്നില്ലാന്ന്. ഇപ്പോൾ ശിഖണ്ഡിക്കും മരുന്നായി. മനുഷ്യൻ്റെ സ്വഭാവത്തിന് മരുന്നില്ല. ഞാൻ പറഞ്ഞേ, നിങ്ങൾ സ്വപ്രയത്നത്തിലൂടെ എത്ര മോശം ഗ്രഹനിലയായാലും ഇറങ്ങിത്തിരിക്കുക. കല്ലും മുള്ളും നിറഞ്ഞ പാതിയായിരിക്കും. വെട്ടിത്തെളിച്ച് ഇറങ്ങുക. അവിടെ ജീവിത വിജയം ഉണ്ടായിരിക്കും എന്ന് 101%. ഇതൊക്കെ എൻ്റെ ജീവിതയാത്ര കൊണ്ട് ഞാൻ പഠിച്ചതാണ്. പിന്നെ എൻ്റെ ഗുരുനാഥൻ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിലെ നമ്പർ 1 ജ്യോതിഷ ഡോക്ടറായ ഡോക്ടർ ധർമ്മരാജിൻ്റെ ശിക്ഷനാണ് എൻ്റെ ഗുരുനാഥൻ. 2 ഗുരുനാഥന്മാർ എനിക്കുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ അറിവുകൾ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് യൂട്യൂബിൽ കൂടെ വന്നിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് പൈസ ഒരാളുടെയും ഒരു ഇത് വേണ്ട. എനിക്ക് ന്യായമായിട്ടുള്ള കൺസൾട്ട് കിട്ടുന്ന ഫീസ് ഉണ്ട്. നിങ്ങൾക്ക് പേഴ്സണായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്നെ ബന്ധപ്പെടുന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും നന്ദി, നമസ്കാരം.